ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബിഗ് ബോസിൻ്റെ റിവ്യൂ ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നില്ല. ഇനി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ റിവ്യൂ ചെയ്തു പോകുന്ന ചാനലിൽ തന്നെയാണ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം അടുത്തായിട്ട് ഞാൻ അതേപ്പറ്റി ഒരു ന്യൂസൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെയുള്ള ആരൊക്കെ ഉണ്ടാവും എന്നൊന്നും പറഞ്ഞ് ഞാനങ്ങനെ വീഡിയോ ഇട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. അതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒന്ന് DFK എന്ന് പറയുന്ന പൊളിപ്പിറോസിൻ്റെ ചാനലിൽ പുള്ളി ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു ന്യൂസൊക്കെ അറിഞ്ഞത് ഈ പ്രാവശ്യം മൊത്തത്തിൽ അങ്ങനെ ഒരു അഴിച്ചു പണി തന്നെ നടന്നിട്ടുണ്ട്. 25 പേരുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിൽ 22 പേര് സെലിബ്രിറ്റീസും ബാക്കിയുള്ള 3 പേര് കോമണറാണെന്നും പറയുന്നുണ്ട്. പിന്നെ എന്താണ് ലാലേട്ടൻ പറഞ്ഞ പോലെ പരിസ്ഥിതി നമ്മൾ കണ്ട പോലെ 4 മുറികളാണ്, അടിമുടി ഒരു മാറ്റമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പൊളിപ്പിറാസിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പുള്ളിയുടെ ചാനൽ പുള്ളി ഇട്ടിട്ടുണ്ട്, DFK എന്ന് പറയുന്നതിൻ്റെ അകത്ത്. അപ്പോൾ പുള്ളി അതിൻ്റെ അകത്ത് പറയുന്നത് ഈ അകത്തുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് വൈൽഡ് കാർഡ് വഴി പുറത്തുള്ള കാര്യങ്ങൾ ഇവർ അകത്തുള്ളൊരു ന്യൂസ് പിടിച്ചെടുക്കാൻ മിടുക്കന്മാർ പിടിച്ചെടുക്കും. അതിനൊന്നും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നാൾ അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഇഷ്ടമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉള്ള ആകാംക്ഷയൊക്കെ ഉണ്ടാവും. അപ്പം ഒമർ ലുലു ഒക്കെ പോയ സമയത്ത് ഒമർ ലുലുവിനെ സ്വിമ്മിംഗ് പൂളിലോട്ട് വിളിച്ചിട്ട് മൈക്ക് ഊരി വെക്കണമല്ലോ, വെള്ളത്തിൽ മൈക്ക് വന്നാൽ മൈക്ക് കേടായി പോകും. അപ്പോൾ ഒമർ ലുലു വളരെ ഒരു നിഷ്കളങ്കനായ വ്യക്തിയാണ്. പുള്ളി ചോദിച്ചതിൻ്റെയൊക്കെ മറുപടി പുള്ളി പറയും, ഇവർ നിന്നെക്കുറിച്ച് ഇങ്ങനെയാണ് എന്നൊക്കെ നാട്ടിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ പുറത്തെന്താണ് സംസാരം, ജനങ്ങൾക്ക് നിന്നെ ഇഷ്ടമുണ്ടോ, ജനങ്ങൾക്ക് നിന്നെ വെറുപ്പാണോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊക്കെ ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരതൊക്കെ മാറ്റി പിടിക്കും എന്താണെങ്കിലും ഈ പ്രാവശ്യം അതൊക്കെ തടയിടാനുള്ള പരിപാടി ചെയ്യുന്നുണ്ടാവാം. പിന്നെ നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് പറഞ്ഞാൽ ആ ലിസ്റ്റ് ആവണം എന്നുള്ളതില്ല. അതെല്ലാം രഹസ്യ അവസാന നിമിഷം വരെയൊക്കെ രഹസ്യമായിട്ട് തന്നെ വെച്ചേക്കുവാണ്. പിന്നെ എടുത്തു പറയേണ്ട പൊളിപ്പിറോസ് മറ്റൊരു കാര്യം പറഞ്ഞു, കമൻറ്റിലൂടെയൊക്കെ പുള്ളിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു റോബിനോടൊക്കെ പുള്ളിക്ക് എന്തോ വ്യക്തിവൈരാഗ്യമാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. പുള്ളിക്ക് അങ്ങനെ ആരോടും ഒരു വ്യക്തിവൈരാഗ്യമില്ല. മാരാരെയാണേലും പുള്ളി എതിർത്തിരുന്നു. പക്ഷേ മാരാര് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് അങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം ആരോടും വെക്കുന്നില്ല. റോബിനാണ് ഏറ്റവും നല്ല ഗെയിം കൊണ്ടുപോയത് റോബിനാന്ന് പറയുന്നു. പിന്നെ 2-ല് രജിസാറാന്ന് പറയുന്നു. തൊട്ട് കഴിഞ്ഞ് 5ാമത്തെ സീസണിൽ മാരാരാന്ന് പറയുന്നു. പക്ഷെ മാരാരോട് എതിർപ്പുണ്ടായിരുന്നു. അതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വ്യക്തിവൈരാഗ്യം വെക്കുന്നില്ല. പിന്നെ റോബിൻ ബിഗ് ബോസിൽ പോയ സമയത്ത് റോബിൻ്റെ ഫാദർ വിളിച്ച് പുള്ളിയുടെ ടെൻഷൻ കൊണ്ട് സംസാരിക്കുമായിരുന്നു. നല്ലപോലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. റോബിനോട് യാതൊരു വിരോധവും ഇല്ല, വളരെ സ്നേഹമേ ഉള്ളൂ. അവിടെ ഗെയിം കളിച്ചത് ഇഷ്ടമാണ്. പിന്നെ പുറത്ത് വന്നതിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളോട് ഫിറോസിനൊരു എതിർപ്പ് തോന്നി. ആ എതിർപ്പാണ് പുള്ളി പറഞ്ഞത്. അല്ലാതെ വ്യക്തിവൈരാഗ്യങ്ങളില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. കമൻറ്റ് ബോക്സിലൂടെ റോബിനോട് എനിക്കെന്തോ വൈരാഗ്യമാണെന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പൊളിപ്പിറോസ് പറയുന്നുണ്ട്. അപ്പം ടോട്ടലി കുറേ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പേര് നമ്മൾ ഈ പ്രാവശ്യം കേട്ടിട്ടുണ്ട് ബിഗ് ബോസിൽ ഉണ്ട്. നിങ്ങളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ അറിയാത്ത കുറേ പേരുടെ പേരും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആരൊക്കെ ഉണ്ടാവുമെന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വരുമ്പോൾ മാത്രമേ കറക്റ്റായിട്ട് ഈ പ്രാവശ്യം അറിയാൻ പറ്റുള്ളൂ. കാരണം അവരതെല്ലാം രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. സീസൺ 5 ഒരു പരാജയം പോലെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇനി അതിൽ നിന്നൊക്കെ വീണ് കിട്ടിയ അനുഭവങ്ങളെല്ലാം വെച്ചിട്ട് എല്ലാ കോട്ടവും തീർത്താണ് വരാൻ പോകുന്നത്. പിന്നെ 3 കോമണർ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതായത് സാധാരണക്കാരെ സെലിബ്രിറ്റീസിൻ്റെ കൂടെ സാധാരണക്കാരില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരാളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നമ്മൾ കണ്ടാണ്. അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും സെലിബ്രിറ്റീസിൻ്റെ അകത്തോട്ട് പുലിമടയിലോട്ട് കയറി ചെല്ലുന്ന പോലെ, പുലിമടയിലോട്ട് ചെല്ലുന്നതിനും ഗോപിക മോശമൊന്നും അല്ലായിരുന്നു. എന്നാണേലും ഒരാളായിട്ട് നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഈഗോ ഇതിലാണ്. അതേസമയത്ത് 3 പേരെ വിടുന്നെങ്കിൽ അവിടെ ഒന്ന് പച്ച പിടിച്ച് വരാൻ പറ്റും 3 പേരുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടും വളരെ നന്നായിട്ടുണ്ട്. ശരിക്കും അത് നമ്മുടെ പ്രതിനിധി പോലെ കുറച്ച് പേര് അങ്ങനെ പോകുന്നതെന്നല്ലാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ബിഗ് ബോസ് ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് മൊത്തത്തിലൊരു ചേഞ്ച്, ഒരു മാറ്റം തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഏതായാലും ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാൻ വേണ്ടി നമുക്കിങ്ങനെ കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.